Good morning. I am already missing you. So have a safe trip. Bye. And see you soon. Hello, how are you? You're good. You brought the good weather. I'm good, and you? Yeah. That's so crazy. Yeah. You got some beer? Yeah. Wow. Bigger than last year, right? Yeah. I got some. ഹലോ ഫ്രണ്ട്സ്, ചിക്കനുമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെ തട്ടിൻ്റെ പുറത്താണ്. അതായത് തട്ടിൻ്റെ പുറത്തുള്ള റൂമിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്തു. 5 ദിവസമായിട്ട് ഈ ചെക്ക് ഫാമിലിയുടെ കൂടെയാണ് നിന്നത്. ചെക്ക് ഫാമിലിയുടെ കൂടെ നിന്നു. നല്ല മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. അതെല്ലാം നിങ്ങളും ആസ്വദിച്ചു. അപ്പം ഇന്ന് ആ ഒരു ആസ്വാദനത്തിന് ഒരു അന്ത്യം വരികയാണ്. ഞാൻ പാക്ക് ചെയ്യുകയാണ്. ഫുഡ് കഴിക്കട്ടെ, വിശക്കുന്നു, സമയമില്ല. ഇവിടെ പോകുന്നതിന് മുമ്പുള്ള എൻ്റെ ലാസ്റ്റ് ഭക്ഷണം സലാഡ്. പോകുമ്പോൾ അമ്മ എനിക്ക് എന്തൊക്കെയോ ഫുഡ് പാക്ക് ചെയ്തു ബസ്സിൽ നിന്ന് കഴിക്കാനായിട്ട്. ചേച്ചിയുടെ അതാണ്ട് ഐസ്ക്രീം. അങ്ങനെ ഞാൻ ഇവിടെ പോവാണ് കേട്ടോ. ഇവിടെ പറയുകയാണ്. You made us happy. You made us happy too, you know. And I like you. I like it too. Okay. This is just on camera. ഇവരെല്ലാരും വിഷമത്തിലിരിക്കുവാണെന്നാണ് അറിഞ്ഞത്. Ask her, are you sad? Yeah. Why you look sad? Yes. I will ask. Tell me anything, you know. She can speak in Czech language. I will remember as memory. I don't need translation. She can tell if she want to say anything to me. Můžeš mít cokoliv, co chceš. Že on... Jestli si s ním chci rozloučit. No já jsem ti chtěla říct, že ti přeju, aby jsi byl na těch cestách, jak cestuješ, tak abys byl šťastný a v bezpečí, to je hodně důležitý, aby si na sebe dával pozor, ale aby si to strašně užil. A Víka to musíš přeložit. I'll find the translation, so it's okay. On si najde překlad potom. Jo. No a bylo to fakt milý, hodně milý. Pestrá návštěva. Děkujem. Krásná. Krásná. എല്ലാം മനസ്സിലായി. ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്യണം കേട്ടോ. You wanna say something? Já ti přeju, aby si se vždycky vrátil ke své rodině a ke svým přátelům v pořádku. I hope you are not, you know, abusing me. It was nice. No, 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 okay, it's seriously. And přeju ti, aby si se zase znova k nám mohl vrátit, takže pokud budeš chtít přijet kdykoliv. Okay? Děkujem. You are welcome. Bye. I'm going, okay? Okay? എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ചാവോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ടൈം, ഓക്കെ? Thank you so much. Thank you. Ahoj, mama. I miss you. Thank you. I'm going with you, so... Yeah. Next time. Thank you so much. See you soon, okay? Ciao. Bye. My brother. Oi. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് എല്ലാവരെയും വിട പറഞ്ഞ് ചെസ്കെ ബോർഡോ. Which place? České Budějovice. ചെക്സ്കെ ബുഡ്വോയ്സ്ക എന്ന് പറയും. ചെക്ക് ബുഡ്വോയ്സ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചേച്ചിയാണ് കേട്ടോ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഇവരെ ഇവിടെ പറയുവാണ്. ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര ഒരു വിഷമവും ഡിഫറെൻറ്റ് ഇമോഷൻസ് ഉള്ള ഒരു സമയം. അപ്പോൾ ഞാനെപ്പോഴും പറയാമല്ലോ, എവറി മീറ്റിംഗ് ഹാസ് എ ഗുഡ് ബൈ. സോ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇപ്പം നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ ലീഗളെല്ലാവരും എനിക്ക് തോന്നുന്നു തമിഴിൽ കണ്ടിട്ട് അറിയാമെന്ന് തോന്നുന്നു. നെക്സ്റ്റ് പോകുന്ന സ്ഥലം ഓസ്ട്രേലിയയിലോട്ടാണ്. ഞാൻ ബസ്സിലാണ് പോകുന്നത്. ഓസ്ട്രേലിയയിലോട്ടാണ്. ഇവിടുന്ന് 4 മണിക്കൂർ ഗ്രാസ് എന്ന് പറയുന്ന സ്ഥലത്തിലോട്ടാണ് ഞാൻ ബസ് കയറി പോകുന്നത്. Mane, namaskaram. നമസ്കാരം. Sugamano. അങ്ങനെ ഞാൻ ഫ്ലെക്സ് ബസ് കയറാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞാൻ ഇവരെ വിട പറയുകയല്ലേ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഒരു വിഷമം. നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ എക്സാമിന് പോകുമ്പോൾ നമുക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടൂലേ, നമുക്ക് ആ ഒരു ടെൻഷൻ അതൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെയാണ് എനിക്ക് ഇവരെ വിട പറയുമ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി കിട്ടുന്നത്. ഇവിടെ ഫ്ലെക്സ് ബസ് വന്നു. ബർബറ, താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. ഓക്കെ, താങ്ക് യു.
So, thank you. Yeah. Thank you so much, okay? Thank you. Yeah, thank you so much. See you. Thank you for everything. അവർക്ക് ഞാൻ എവിടെ ഇരിക്കുന്നു എന്ന് അറിയണമല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയിട്ട് കിസ്സൊക്കെ കൊടുക്കുന്നു. ഞാൻ നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ അവരുടെ കൂടെ. അവർ നല്ലതുപോലെ എന്നെ മിസ് ചെയ്യുന്നു, ഞാനും അവരെ അതുപോലെ തന്നെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലിക്സ് ബസ്സിൽ കയറി ഇനി 4 മണിക്കൂർ ഗ്രാറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ഓസ്ട്രിയയിലെ നമ്മുടെ കരോളയുടെ ഫാമിലിയുടെ സ്ഥലത്തോട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. നമ്മുടെ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഗ്യാസ് സ്റ്റേഷനിലൊക്കെ ഭയങ്കര തിരക്ക് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല, ഭയങ്കര തിരക്ക് ഗ്യാസ് സ്റ്റേഷനിലൊക്കെ. നമ്മൾ ഇപ്പോൾ ലിൻസ് എന്ന് പറയുന്ന ഓസ്ട്രിയയുടെ മനോഹരമായിട്ടുള്ള മറ്റു വേറൊരു നഗരത്തിലൂടെയാണ് കേട്ടോ പാസ് ചെയ്ത് പോകുന്നത്. ആകെ 2 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. ലിൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ. ഇനി നേരെ പോകുന്നത് ഗ്രാസിലോട്ടാണ് കേട്ടോ. അമ്മ എനിക്ക് വേണ്ടി ഇതിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി തന്ന സാൻഡ്വിച്ചൊക്കെ ഞാൻ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ഓസ്ട്രേലിയയിൽ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ പെട്ടെന്നൊരു എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നുള്ള ഒരു മൊമെൻ്റാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിലേക്കൂടെയൊക്കെ ധാരാളം പ്രാവശ്യം പോയിട്ടുണ്ട്, ഈ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് കുറേ നാൾക്ക് ശേഷം വന്നപ്പോൾ ഒരു പെട്ടെന്നൊരു പുതിയൊരു ഇതുപോലെ ഇതിൽ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചേച്ചിയുടെ സ്നേഹമാണ് കേട്ടോ ഈ കാണുന്നത്, നമ്മുടെ ഐസ്ക്രീമായിട്ട്. നമ്മുടെ ബസ് 15 മിനിറ്റ് ബ്രേക്ക് തന്നിട്ടുണ്ട്. ഇത് ഹാംബർഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. നമ്മുടെ ജർമ്മനിയുടെ വെസ്റ്റ് ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് നമ്മുടെ ഗ്രാസിൽ നിന്ന് പിന്നെ മറിബോർ എന്ന് പറയുന്ന നമ്മുടെ സ്ലൊവേനിയയുടെ സ്ഥലത്തോട്ടാണ് കേട്ടോ പോകുന്നത്. സ്ലൊവാനിയയിലോട്ട് പോകുന്ന ബസ്സാണ്. ജർമ്മനിയിൽ നിന്ന് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് ഓസ്ട്രിയയിൽ നിന്ന് സ്ലൊവേനിയ. വലിയ ദൂരത്തോട്ടാണ്. ഇവിടെ നമുക്ക് 15 മിനിറ്റുള്ള ഒരു കുഞ്ഞ് സ്റ്റോപ്പ് വന്നതാണ്. ഇരുന്നിട്ട് എനിക്ക് നല്ല കാല് വേദന രാവിലെ. ഇതാ നമ്മുടെ ഓസ്ട്രിയൻ മലനിരകൾ എന്ത് മനോഹരമല്ലേ. ഓസ്ട്രിയ നമ്മൾ കുറേ നാളായിട്ട് കണ്ടതിന് ശേഷമായതുകൊണ്ട് എനിക്ക് നല്ല രസമായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഓസ്ട്രിയയിൽ പൊതുവെ വരുമ്പോൾ എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നാറില്ല, എപ്പോഴും കാണുന്നതല്ലേ. ഇപ്പോൾ എനിക്ക് എന്തൊരു രസം പോലെ തോന്നും. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള റെസ്റ്റോറൻറ്റ്, സാലഡ്, കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ബഫേ സിസ്റ്റമാണ് കേട്ടോ ഇതിൻ്റെ അകത്തായിട്ട്. പിന്നെ ഇവിടെ മത്സ്യബന്ധനം. ഞാനങ്ങനെ 32 ബസ് വന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു മലയാളി കണ്ടു. ഹായ് മലയാളി. ഇവിടെ കയറി ഇറങ്ങിയപ്പോഴേ മലയാളികളാണ് കേട്ടോ. ഗ്രാറ്റ്സിൽ ധാരാളം പേര് ഇവിടെ പഠിക്കാനായിട്ട് വിദ്യാർത്ഥികളുണ്ട്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ അടിക്കുന്നുണ്ട്. കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഞാൻ ഗ്രാസ് എന്ന് പറയുന്ന ഓസ്ട്രിയയുടെ ഒരു കുഞ്ഞു നഗരത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ട്രാമിൽ കയറിയിട്ട് ഇനി നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. ബ്രോ എന്തുണ്ട് സുഖം? എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഞാനൊരു 8 മാസമാകുന്നു. 8 മാസമായി കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് ഞാൻ അവനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ അവൻ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞ നവംബർ തൊട്ട്. എങ്ങനെയുണ്ട് ഇവിടെ സ്റ്റുഡൻറ് ലൈഫൊക്കെ സെറ്റാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അതെ, പൊതുവെ നല്ലൊരു കൺട്രിയാണ്. ഓക്കെ. ആൾക്കാരൊക്കെ ജർമ്മൻ പഠിച്ചോ? ജർമ്മൻ പഠിച്ചില്ല. പഠിക്കാൻ ഈസി ആയിണോ? ട്രൈ ചെയ്താൽ പറ്റും. ഓക്കെ. ഒരു ഡിസിപ്ലിനും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നടക്കും. ഓക്കെ. അപ്പം നെക്സ്റ്റ് തവണ വരുമ്പോൾ നിന്നെ കാണണം. അതെ, ജർമ്മൻ ഫ്ലുവൻ്റ് ആയിട്ട് കേട്ടോ. അതെ. ഓക്കെ. അങ്ങനെ നമ്മുടെ ട്രാമിൽ കയറി. ഇവിടെ 2 ദിവസം കൊണ്ടാണ് കേട്ടോ ഇവിടെ ചൂട് കുറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെയും ഫുള്ള് ചൂടായിരുന്നു ഇത്രയും ദിവസം. ഞാൻ ട്രാമിൽ കയറി. ഈ കാണുന്ന നമ്മുടെ മലമുകളിലെ കൊട്ടാരമൊക്കെ ഞാൻ 2-3 തവണ പോയി കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഗ്രാസിലെ നമ്മുടെ കൊട്ടാരമൊക്കെ. ഇവിടെ ഞാൻ കരോളയുടെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി അച്ചപ്പവും കുറച്ച് ചായപ്പൊടി, കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. പിന്നെ വേറെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തു, നമ്മുടെ അവിടുത്തെ വീട്ടിൽ. കാരണം പൊതുവെ കരോളയുടെ വീട്ടിൽ വരുമ്പോൾ എന്ത് കൊടുത്താലും അവിടെ പൊതുവെ അവരൊന്നും കഴിക്കാറില്ല. പിന്നെ ചിപ്സൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ പൊതുവെ 1 വർഷം വരെയൊക്കെ വെച്ചിരിക്കും. അവിടെ ഞാൻ കൊടുത്തു. അവർ 2-3 ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് തീരാറായപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറെയൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാൻ വേണ്ടി വെച്ചതെന്നതെല്ലാം ഞാൻ അവിടെ കൊടുത്തു അവരുടെ വീട്ടിൽ. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ്, എനിക്കൊന്നൊരു 6-8 മാസം മുന്നേ വന്നതാണ്. പക്ഷേ എന്നിരുന്നാലും വർഷങ്ങൾക്ക് ശേഷം വരുന്ന പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. Thank you so much.
Good to see you again. Hello, Marine. Hello, how are you? Doing good. You brought the good weather. Yeah, come, my Marine. Hello, how are you? Doing good. You brought the good weather. Yeah, come, my. കാണിച്ചു തരാം. Yeah, hello. Hello. This is Joseph. Hello, yeah, it's What's up, mom of Maheen? we are sitting in our garden. Yeah. That's so crazy. How are you? I'm good, and you? Yeah. Hey, You. bro, do this. That's so crazy. You got some beard? Yeah. Wow. Bigger than last year, right? Yeah. I got Yeah. some. ജോസി ചാവോ. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ അങ്ങനെ അവസാനം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കരോള അവിടെ ഇല്ലായിരുന്നോണ്ട് കരോളയെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കരോള വേറൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് വേറൊരു അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകണമായിരുന്നു. അപ്പൊ ഇതിനിടയിൽ ഒരു മലയാളി വന്നു. ഹായ് ബ്രോ, നമസ്കാരം, എന്തുണ്ട് വിശേഷം? ഇതാണ് നമ്മുടെ ബിബിൻ ബ്രോ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഇപ്പം? ബ്രോ എത്ര വർഷമായി ഇവിടെ? 7 വർഷമായിട്ട് ഇവിടെ യൂറോപ്പിലുണ്ട്. 7 വർഷമായിട്ട് സ്ലോവാക്കിയയിലല്ലേ? സ്ലോവാക്കിയയിൽ ബ്രാറ്റിസ്ലാവ, തലസ്ഥാന നഗരമായിട്ടുള്ള ബ്രാറ്റിസ്ലാവയിലുണ്ട്. അങ്ങനെ ബിബിൻ ബ്രോ വന്നു, പിക്ക് ചെയ്തു. നമ്മൾ ഹാൾസ്റ്റാട്ട് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ്, അതായത് ഓസ്ട്രിയയുടെ ഒരു കവർ ചിത്രം, അതിന് പോസ്റ്റ് കാർഡ് അല്ലേ, പോസ്റ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോ കുറച്ചാളായിട്ട് പ്രസിദ്ധമാവാൻ കാരണം ആരായിരുന്നു? ടൊവിനോ അല്ലേ? പുള്ളിക്കാരൻ വന്നു. ഞാൻ കരോളയുടെ ഫാമിലിയോടെ സ്റ്റേ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ജർമ്മനിയിലോട്ടൊക്കെ പോകുമ്പോൾ, വേറെ സ്ഥലത്തോട്ട് ട്രിപ്പ് പോകുമ്പോൾ ഹാൾസ്റ്റാട്ട് വഴി എപ്പോഴും പാസ് ചെയ്യും. ബട്ട് അവിടെ ഇറങ്ങിയിട്ടില്ല. ബട്ട് അവിടെ സൈഡിൽ ഇറങ്ങി ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. പുഴയുടെ അടുത്തൊന്നും പോയിട്ടില്ല. ഭയങ്കര ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു നഗരമാണ്, ഒരു ചെറിയൊരു ടൗൺ ആണ്. ബട്ട് ആളുകളൊക്കെ അവിടുത്തെ ഉള്ള വില്ലേജ് ആൾക്കാരൊക്കെ പുറത്തുമുട്ടിയിരിക്കുകയാണ്, ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം എപ്പോഴും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളിപ്പം അങ്ങോട്ട് ജസ്റ്റ് ഒരു യാത്ര നടത്തുവാണ്. ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഏറ്റവും പഴക്കമുള്ള വില്ലേജാണ് ഹാൾസ്റ്റാറ്റ്. 7000 വർഷം പഴക്കമുള്ള വില്ലേജാണ്. 7000 വർഷം പഴക്കമുള്ള ഒരു വില്ലേജാണ് ഹാൾസ്റ്റാട്ട് എന്ന് പറയുമ്പം. ഹാൾസ് എന്ന് പറയുമ്പം ഉപ്പല്ലേ? സോൾട്ട്. ഹാൾസ്റ്റാട്ട് എന്ന് പറയുമ്പോൾ സോൾട്ട് ലേക്ക് സിറ്റിന്നോ സോൾട്ട് ലേക്ക് ടൗണോ അങ്ങനെ എന്തോണോ കേട്ടോ അർത്ഥം വരുന്നത്. ഉപ്പ് ടൗൺ എന്നോ എന്തൊക്കെയാണ്. അതേപോലെ ആ സാൾട്ട് മൈനാണ് ലോകത്തിലെ ആദ്യത്തെ സാൾട്ട് മൈൻ. ലോകത്തിലെ ആദ്യത്തെ സാൾട്ട് മൈനാണ് ഹാൾസ്റ്റാറ്റിലെ സാൾട്ട് മൈൻ. ഓ, അതാണ് കാരണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഉപ്പ് നഗരം കാണാനായിട്ട് പോവാണ്. അവിടെ പോയിട്ട് കാഴ്ചകൾ കാണിച്ചുതരാം. അതിമനോഹരമാണ് കാഴ്ചകൾ. പോകുന്ന വഴി തന്നെ നോക്കണം കേട്ടോ. ഈ കൊച്ചു ക്യാമറ ആയതുകൊണ്ട് നല്ല രസമില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, വന്നപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഓസ്ട്രിയ എന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ സ്വിറ്റ്സർലാൻഡ് പോകാത്തതിൻ്റെ കാരണം പോകാനുള്ള എക്സ്പെൻസ് കൊണ്ടാണ്. പൊതുവെ ഞാൻ കരോളയുടെ ഫാമിലിയുടെ കൂടെയാണ് യൂറോപ്പ് കറങ്ങുന്നത്. അപ്പോൾ ഇതുവരെയായിട്ടും അവരോടൊപ്പം ഞാൻ സ്വിറ്റ്സർലാൻഡ് പോയിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കട്ടെ, നമ്മൾ ചിലപ്പോൾ ഉടൻ പോവേണ്ടി വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ വില്ലേജുകളിലൂടെ ഇങ്ങനെ പോവാണ്. നമ്മളങ്ങനെ ഹാൾസ്റ്റാട്ട് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള വില്ലേജിന് അടുത്തായിട്ട് എത്താറായി. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 1/2 മണിക്കൂർ യാത്രയും കൂടെ ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. നമ്മൾ പോകുന്ന വഴിയിലുള്ള മനോഹരമായിട്ടുള്ള വീടുകളാണ് കേട്ടോ. ഇന്നിപ്പോൾ ഈവനിങ് ആയതുകൊണ്ടാണ് ഇവിടെ പൊതുവെ ആളുകളില്ലാത്ത ഹാൾസ്റ്റാട്ടിൽ. ബ്രോ പറഞ്ഞതനുസരിച്ചിട്ട് പൊതുവെ രാവിലെ വന്ന ടൂറിസ്റ്റുകളൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് പോകാറുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പാർക്കിംഗ് തന്നെയാണ് കേട്ടോ. പല ആളുകളും പല സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യാനായിട്ട് വന്നിട്ട് ഇവിടെ പാർക്കിംഗ് ഒന്നും കിട്ടാതെ വലയും. മാത്രമല്ല ഈ ഓസ്ട്രേലിയ തന്നെ വൺ ഓഫ് ദി എക്സ്പെൻസീവ് വില്ലേജ് ആണ് കേട്ടോ ഈ കാണുന്നത്. കാരണം ഓവർ ടൂറിസം എന്ന് വേണമെങ്കിൽ ഒരു പരിധിയിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉള്ള ലോക്കൽസിന് ചിലപ്പം ടൂറിസം വളരെയധികം ഇവരുടെ പ്രധാന വരുമ്പോൾ അതാണെങ്കിൽ പോലും ഇവർക്ക് വലിയ രീതിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ പാർക്കിംഗ് കൂടുതൽ, ടൂറിസ്റ്റുകൾ വരുന്നു, ഓവർ ക്രൗഡ് ആവുന്നു. ഇവർക്ക് പൊതുവെ ഈവനിങ് വേണമെങ്കിൽ ലേക്കിൻ്റെ അടുത്ത് പോയി നിൽക്കണമെന്ന് പറയുമ്പോൾ ചിലപ്പം എന്താ പറയുക, സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ല, ഫുള്ള് ടൂറിസ്റ്റുകളായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ്, സ്ഥലമാണ് ഈ കാണുന്നത്. എന്ത് മനോഹരമല്ലേ. ഇങ്ങനെ ഹാൾസ്റ്റാട്ട് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള
ഏറ്റവും പഴക്കം ചെന്ന നമ്മുടെ ഒരു ഉപ്പ് മൈനിങ് ഉണ്ടായിരുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു കുഞ്ഞു വില്ലേജാണ് കേട്ടോ. ഇവിടെ ഏകദേശം 10,000 പേരുടെ അകത്ത് മാത്രമേ താമസിക്കുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ടൂറിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു വർഷം മില്യൺസ് കണക്കിനാണ് കേട്ടോ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത്. വിന്റർ സമയത്ത് മറ്റൊരു രസമാണ് ഈ ഒരു ഭാവമൊക്കെ കാണാനായിട്ട്. ഫുള്ള് മഞ്ഞ് മൂടിയ കാഴ്ചകളാണ്, ആൽപ്സ് മലനിരകളാണ് അല്ലേ. ഈ കാണുന്നത് ആൽപ്സ് മലനിരകളെന്നാണ് എൻ്റെ ഒരു അതിയായ ഡൗട്ട്. ബ്രോന് ആൽപ്സ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല. സൈഡിലാണ് ആൽപ്സ് അല്ലേ? കുറച്ചും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാവുന്നവരൊന്ന് പറയണം കേട്ടോ, ആൽപ്സ് ആണോ അല്ലേന്ന്. നമ്മള് ഈ ടണലിന്റെ അപ്പുറത്തല്ലേ, ഈ ടണൽ കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെത്തുമ്പോൾ നമ്മളെ ഹാൾഷാട്ട് എന്ന് പറയുന്ന മിനി വില്ലേജിലോട്ട് നമ്മൾ കറക്റ്റ് എത്തും. അങ്ങനെ നമ്മുടെ ടണൽ കഴിഞ്ഞ് നമ്മുടെ മനോഹരമായിട്ടുള്ള സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ധാരാളം ടൂർ ബസ്സുകൾ, കുറേ ടൂറിസ്റ്റുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈവനിങ്ങും വളരെ കുറവാണ് കേട്ടോ. ഇവിടെ റെന്റ് കാര്യങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പോൾ നല്ല പ്രൈസിങ് ആണ്. ഹൗസിങ് റെന്റിനൊക്കെ എന്ന് പറയുമ്പോൾ ടൂറിസം കൊണ്ട് ഭയങ്കര റെന്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പെർ നൈറ്റിന് തന്നെ ചിലപ്പോൾ 10,000 രൂപയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. സീസൺ ടൈമിലല്ലേ, 40,000 രൂപയൊക്കെ കേട്ടോ ഒരു പെർ നൈറ്റിന് കൊടുക്കേണ്ട അവസ്ഥ. പക്ഷെ അതിമനോഹരമാണ് ഇവിടെ. ഇവിടെ ലോകത്തിലെ ആദ്യത്തെ സോൾട്ട് മൈൻ ആ മലയ്ക്കുള്ളിലാണ് കേട്ടോ. അങ്ങോട്ട് കയറുന്ന നമ്മുടെ ഒരു കേബിൾ കാറാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് വന്നതാണ്. പാർക്കിംഗ് ആണ് ഇവിടുത്തെ പ്രധാന വില്ലൻ കേട്ടോ. നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് ഒക്കെ എടുത്ത് നമ്മളിവിടെ വന്നാൽ പാർക്ക് ചെയ്യാനാണ് കേട്ടോ യൂറോപ്പിൽ പാട്. മാത്രമല്ല ഇവിടുത്തെ റൂൾസ് സംഭവങ്ങളെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള റൂൾസ് ഒക്കെ ആണല്ലോ. അപ്പോൾ ആ റൂൾസ് കൊണ്ട് ഇവിടെ നമ്മൾ വന്നാൽ നമുക്ക് നല്ല ഫൈൻ കിട്ടും. ഇവിടുത്തെ ഫൈൻ എന്ന് പറയുമ്പോൾ തൊട്ട 20,000, 30,000, 40,000, 50,000 ലക്ഷങ്ങളൊക്കെയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ ഒന്ന് ഹാൾസ്റ്റാർട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ബ്രോ എപ്പോഴും വരാറുണ്ടോ? ബ്രോന്റെ ഏറ്റവും ഫേവറേറ്റ് സിറ്റി ഏതാ ഓസ്ട്രിയയിലെ? ഓസ്ട്രേലിയ തന്നെ. ഇത് തന്നെയാണല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള സിറ്റി? ഓസ്ട്രേലിയ തന്നെ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കാണാൻ രസം, കാണുമ്പോൾ അറിയാം സർപ്രൈസ്. ഞാൻ മുമ്പ് ഇതിലേക്കൂടെ പാസ് ചെയ്ത് പോയി കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇറങ്ങിയിട്ടില്ല. ഞാൻ പാസ് ചെയ്ത് പോയിട്ട് ഹാൾസ്റ്റാർട്ടിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ബട്ട് ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങി കാണാനായിട്ട് വന്നത്. ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ സോൾട്ട് മൈൻ്റെ എൻട്രൻസ് ഇവിടെയാണ്. ഇവിടെ ഇപ്പോൾ അവർ അണ്ടർ കൺസ്ട്രക്ഷൻ, അതുകൊണ്ട് നോ എൻട്രി ആയിട്ട് കിടക്കുവാണ്. നമ്മുടെ പഴയ കാലത്തെ സോൾട്ട് മൈനിങ് രീതികളും ആ ഒരു സംഭവമൊക്കെ കാണാൻ ഇതുപോലുള്ള ഒരു ചെറിയൊരു ഇതിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഇതാ ആ കാണുന്നതിൻ്റെ ഒരു മിനിയേച്ചറാണ്. ഇത് മുകളിൽ പോയിട്ട് അങ്ങ് ഏറ്റവും അവിടെയുള്ള ഒരു ഗുഹയിലോട്ട് കൊണ്ടുപോകും. ഈ കാണുന്നതൊക്കെ കുറേയൊക്കെ ഇതെല്ലാം റെസിഡൻഷ്യൽ ഹൗസസ് ആണ് കേട്ടോ. ഇവിടെ ഏകദേശം 1,800 വീടുകളോ ആളുകളൊക്കെ താമസിക്കും. 10,000 പേരെന്തോ അടുപ്പിച്ച് താമസിക്കുന്നുണ്ട്. പല സ്ഥലത്തും പല ആളുകൾ, ഇവിടുത്തെ ആളുകൾ തന്നെയാണ് താമസിക്കുന്നത്. അതിൻ്റോടൊപ്പം തന്നെ പല ബിൽഡിങ്ങുകളും ഇവർ എന്താ പറയുക ഇങ്ങനെ Airbnb ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നവരുമുണ്ട്. പിന്നെ ഈ കാണുന്ന ഹാൾസ്റ്റാർട്ട് എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട നമ്മുടെ ടൂറിസ്റ്റിക് സ്ഥലത്ത് വരുന്ന ഒരു വലിയൊരു ശതമാനം ആളുകളും നമ്മുടെ ചൈനീസ് ടൂറിസ്റ്റ് ആണ് കേട്ടോ, അല്ലേ? ഏഷ്യൻസിൽ കൂടുതൽ ചൈനീസ് ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. മാത്രമല്ല ചൈനയിൽ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഇതിന്റെ ഒരു റെപ്ലിക്ക ഉണ്ട് കേട്ടോ. അതായത് ഈ കാണുന്ന സ്ഥലത്ത് അല്ലേ, ഈ വില്ലേജ് അതേപോലെ അവർ ചൈനയിൽ കോപ്പി ചെയ്ത് അതുപോലെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചൈനീസുകാർക്ക് വേണ്ടി. എന്നിരുന്നാലും ചൈനയിൽ ഇത് ഭയങ്കര പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് ടൂറിസ്റ്റുകൾ ഇവിടെ ധാരാളം കാണാൻ സാധിക്കും. ക്യാമറയും തൂക്കി ചൈനീസുകാർ മാത്രമല്ല പലയിടത്തുള്ള നാനാഭാഗങ്ങളിൽ നിന്നുള്ള പല ആളുകളും ഈ ഒരു സ്ഥലം കാണാനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സ്പെഷ്യലി നമ്മുടെ ടൊവീനോ വന്ന് ഇവിടെ കുറച്ചും കൂടെ ഇതാക്കി പ്രൊമോഷൻ ചെയ്തതുകൊണ്ട് അങ്ങനെ കുറേ മലയാളികൾ വീണ്ടും കൂടുതലായിട്ട് എത്തുന്നുണ്ട്. ഈ കാണുന്നതാണ് ആ മനോഹരമായിട്ടുള്ള ലേക്ക്. ഈ ലേക്കിൻ്റെ പേരാണ് ഹാൾസ്റ്റാർട്ട് ലേക്ക്. അതിനടുത്തായിട്ടുള്ള ഈ ഒരു വില്ലേജിൻ്റെ പേരാണ് കേട്ടോ ഹാൾസ്റ്റാർട്ട്. വായിൽ കൊള്ളാൻ പറ്റാത്ത ഒരു പേരല്ലേ. ഇതാ കാണാൻ ഒരുപാടൊന്നുമില്ല. ഈ ഒറ്റൊരു സ്ട്രീറ്റ്, ആ ഒരു ചർച്ച് അവിടെ ആയിട്ടതോ ആ വ്യൂ, എല്ലാവരും വരുന്നത് ആ ഒരു വ്യൂ ആണ്. ഈ ഒരു കുഞ്ഞു വ്യൂ തിരിച്ചു വരും, അത്രേ ഉള്ളൂ. മാക്സിമം 1 hour സ്പെൻഡ് ചെയ്യാനുള്ളേ ഉള്ളൂ. പക്ഷേ ചിലവർക്ക് ഇവിടെ എന്താ Airbnb ഒക്കെ എടുത്ത് സ്റ്റേ ചെയ്തിട്ട് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ കാണും. ഇവിടെ ഒരു നല്ല ബാൽക്കണിയൊക്കെ ഉള്ളൊരു
Airbnb ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അവിടെ എഴുന്നേൽക്കുമ്പോൾ ഒരു വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും. മനോഹരമായിട്ടുള്ള 40,000 അക്കൗണ്ടിൽ വേണം. പൈസ ഉള്ളവർക്ക് വന്ന് സ്റ്റേ ചെയ്യാം, പൈസ ഇല്ലാത്തവർക്ക് വേണ്ടി വേറെ സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്യാവുന്നതാണ്. ഇവിടെ വന്നൊരു ഡേ ട്രിപ്പൊക്കെ അടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമ്മളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മുടെ ഗോനമാടിക വഴി യൂറോപ്പിലോട്ട് ഒരു ട്രിപ്പ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഹാസ്റ്റാർട്ട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കൊണ്ടുവരണം അല്ലേ ബ്രോ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹാസ്റ്റാർട്ട് കാണാനായിട്ട് വന്നത്. കാരണം ഓസ്ട്രേലിയയിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്, അതായത് 2-3 മാസമൊക്കെ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടൂറിസ്റ്റിക് സ്ഥലങ്ങളിലൊന്നും അങ്ങനെ അധികം പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അത് നാട്ടുകാരിലെത്തിക്കണം. എന്നിട്ട് അതുവഴി എൻ്റെ ട്രാവൽ കമ്പനി വഴി ഒരു പാക്കേജ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാനാണ്. ഇനി ഒരു പാക്കേജ് പ്ലാൻ ചെയ്യാനാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹാൽസ്റ്റാർട്ട്. മനോഹരമായിട്ടുള്ള സ്ഥലം. പല ആളുകൾക്ക് ബോട്ടുകളുടെ ഒരു ഡെക്കൊക്കെയാണ് കേട്ടോ ആ ഭാഗത്തായിട്ട് കാണുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ. ബ്രോൻ എന്തോ പറയണം, പറ. ഈ ഒരു വില്ലേജ് 18th-19th സെഞ്ചുറിയിൽ ഈ സാൾട്ട് കാരണമാണ് ഈ വില്ലേജ് ഭയങ്കര റിച്ച് ആയത്. അപ്പോൾ ഈ സാൾട്ട് പുറത്ത് കൊണ്ടുപോയി ഇവർക്ക് മാർഗ്ഗമില്ല, കാരണം നടന്നു വരാനുള്ള വഴികൾ മാത്രമേ ഉള്ളൂ. പ്രധാന മാർഗ്ഗം പിന്നെ ലേക്ക് വഴി കൊണ്ടുപോകലായിരുന്നു. പിന്നീട് 19th സെഞ്ചുറിയിൽ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കാണ് അവർ നമ്മൾ ആദ്യം കണ്ട ടണലൊക്കെ അവർ ബിൽഡ് ചെയ്തത്. കാരണം സാൾട്ട് എക്സ്പോർട്ട് ചെയ്യണം. അന്ന് എല്ലാത്തിനും ഈ ബാറ്ററി സിസ്റ്റം പോലെ സാൾട്ട് കൊടുത്തിട്ടാണ് വാങ്ങല്, സാധനങ്ങളെല്ലാം വാങ്ങൽ. ഉപ്പ് കൊടുത്തിട്ടുള്ള ഒരു ബാർട്ടർ സിസ്റ്റം പോലെയായിരുന്നു ഇവിടെ. അങ്ങനെയാണ് വില്ലേജ് റിച്ച് ആയത്. ഇതേപോലെ വില്ലേജുകൾ റിച്ച് ആയത് അങ്ങനെയാണ്. ഈ ഒരു വഴി തന്നെ ആ സമയത്ത് ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് പ്രൂഫുകൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ കുറെ സുവനീർ ഷോപ്പുകളൊക്കെയാണ്. നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ ഒരാളുടെ അയൽവക്കത്ത് വഴിയിൽ കയറി കേട്ടോ ഓൾറെഡി. കാരണം ഇവിടെ അങ്ങേ അറ്റം വരെ ഇതേപോലെ ബിൽഡിംഗ് ആണ്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബിൽഡിംഗ് ആണ്. ഇതൊക്കെ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളായിരുന്നോ? കുറച്ചൊരു നമ്മൾ 100 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡ് ബിൽഡിംഗ് ഇല്ല. കാരണം അവിടെ റോഡ് എക്സ്റ്റൻഷൻ വന്നപ്പോഴത്തേക്ക് വീടുകളെല്ലാം പോയി, എല്ലാം പൊളിച്ചു. അവിടെ ചെയ്തതിന്റെ പക്ഷേ അതിന്റെ റിമൈനിങ്സ് ഇപ്പോഴും ഉണ്ട് അവിടെ. കാണാൻ കഴിയാൻ കൂടി ചെല്ലുമ്പോൾ കണ്ടില്ലേ? ഈ കാണുന്നതൊക്കെ മിക്കതും ഇവിടുത്തെ പ്രാദേശികരായിട്ടുള്ള ആളുകളായിരിക്കും കേട്ടോ. ഇതുവഴി കാറിലൊക്കെ ഇങ്ങനെ പോകുന്നത് അവർക്കൊക്കെ ഒരു പരിധിയിൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ഈ ഓവർ ടൂറിസവും ഓവർ ക്രൗഡ്. കാരണം അവരുടെ ദിവസേനമായിട്ടുള്ള രീതിക്ക് അവർക്കത് വലിയൊരു പ്രശ്നമാകാം. കാണുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മനോഹരമായിട്ടുള്ള ഈ ഒരു ഏരിയ. ഇവിടെ നിന്നൊക്കെ നമുക്ക് ചിത്രം എടുക്കാം. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പം എന്തോ ബോട്ടിംഗ് ഒന്നും ഇല്ല. ഹരേന നമ്മുടെ ഹംസം. ഇവിടുത്തെ വീടുകളിലെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ള, അതായത് ഒട്ടിച്ചെന്ന് തോന്നുന്ന രീതിയിൽ വളർത്തിയെടുത്ത മരങ്ങൾ കേട്ടോ. അവരതിൽ എഴുതി വെച്ചിട്ടുണ്ട് ക്വൈറ്റ് പ്ലീസ് എന്ന്. ദയവേത് കിടന്ന് ശബ്ദം ഉണ്ടാക്കരുതെന്നാണ് അവരുദ്ദേശിക്കുന്നത്. ധാരാളം അറബ്സും വരാറുണ്ട് കേട്ടോ. ഇവിടെ എല്ലായിടത്തും കുറെ അറബ്സിനെ കാണാനായിട്ട് സാധിക്കും. എന്താ ബ്രോ? ബിൽഡിങ്സിന്റെ റിമൈൻസ് ഇവിടെ ബിൽഡിങ്സ് ഉണ്ടായിരുന്നോ? ഇവിടെ ഈ റോഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ബിൽഡിങ്സ് ഡിമോളിഷ് ചെയ്തത്. റൈറ്റ് സൈഡിൽ റോഡ് ഇത്രയും വലുതാക്കിയപ്പോൾ അതേപോലെ ആ കണ്ടിന്യൂഷൻ ഉണ്ട്. ആ കണ്ടിന്യൂഷൻ, ആ കാണുന്ന ബിൽഡിങ്ങിന്റെ കണ്ടിന്യൂഷൻ. ഇവിടെ ഇങ്ങനെ ബിൽഡിങ്ങുകളാ. ഓക്കെ, അത് റോഡിന് വേണ്ടി അവർ പൊളിച്ചത്, ഡിമോളിഷ് ചെയ്തതാണ്. അതിന്റെ ഭാഗങ്ങൾ നമുക്കിവിടെ വെള്ളത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിന്റെ മുകളിലാണ് കേട്ടോ അവർ ഇതുപോലുള്ള റോഡാക്കിയത്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി, ഇതിന്റെ ചരക്കിനൊക്കെ വേണ്ടിയായിരിക്കും അല്ലേ? ഈ കാണുന്ന ഭാഗത്തായിട്ട് ഇവരുടെ പണ്ടത്തെ ബിൽഡിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ടൂൾസൊക്കെയാണ് കേട്ടോ. അതോ ആ കാണുന്ന ബിൽഡിങ്ങിൽ, ആ കാണുന്ന ഇതിൽ ഫുള്ള് ഇവരുടെ ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ്. ഈ കാണുന്നതൊക്കെ സ്വാഭാവികമായിട്ടും ഇവർ Airbnb ആയിട്ടൊക്കെ കൊടുത്തിരിക്കുന്ന ബിൽഡിങ്ങുകളായിരിക്കണം പ്രോബബിളി. ഈ കാണുന്നത് വരിയോഴങ്ങളിലെ ചെറിയ ചെറിയ സുവനീർ തട്ടുകളൊക്കെയാണ് ഇവിടെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നത് ഇവിടെയുള്ള ഒരു കഫേയിൽ കയറാനായിട്ട് നിൽക്കുന്ന ഒരു തിരക്കാണ്. കാരണം മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് കഫേയിലിരുന്ന് ചായ കുടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ട് കേട്ടോ. അതിൻ്റെ ഒരു തിരക്കൊക്കെയാണ് കാണുന്നത്. ഇവിടെ നല്ല ഫോട്ടോഗ്രാഫിക്കായിട്ടുള്ള കുറേ നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ, നല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോസ്റ്റ് കാർഡ് പിക്ചേഴ്സ് എന്നൊക്കെ പറയില്ല നമ്മൾ, പോസ്റ്റ് കാർഡിനൊക്കെ ആയിട്ടുള്ള പിക്ചേഴ്സ്, അതുപോലുള്ള ധാരാളം പിക്ചേഴ്സ് എടുക്കാനായിട്ടുള്ള മനോഹരമായിട്ടുള്ള കുറേ ഏരിയകളുണ്ട്. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് ഇനി നടക്കുവാണ്. ഇവിടെ പള്ളികളൊക്കെ ഉണ്ട്. ഒരു പ്രൊട്ടസ്റ്റൻ്റ് പള്ളിയും ഒരു കാത്തലിക് പള്ളിയും ഉണ്ട്. ഓസ്ട്രിയ എന്ന് പറയുന്ന കാത്തലിക് രാജ്യത്തെ ഇവിടെ ഒരു കാത്തലിക് പള്ളി പണിതപ്പം അതിൽ നിന്നും വലിപ്പം കൂട്ടി, അതിൽ നിന്നും കൂടുതൽ ഇതാവാൻ വേണ്ടി പ്രൊട്ടസ്റ്റൻ്റ് ആര് വന്നിട്ട് വേറൊരു പള്ളി പണിത ഒരു കഥയൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്നതാണ് ഇവിടുത്തെ കാത്തലിക് പള്ളി.
ഇതോ അവിടെ ആയിട്ട് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാള്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മ്യൂസിയം ആണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഒരു ചെറിയ ഒരു ഇടവഴി കയറി നമ്മൾ എത്തുന്ന ഒരു വട്ടഭാഗത്തെയാണ് കേട്ടോ ഇവിടുത്തെ സെൻറ്ററായി കണക്കാക്കപ്പെടുന്നത്. ആ സെൻറ്ററിലാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള കാത്തലിക് പള്ളി സ്ഥിതി ചെയ്യുന്നതും. ആ കാണുന്ന പള്ളിയുടെ ഗോപുരം നോക്കിക്കേ. ഇതാണ് ഇവിടുത്തെ ഹാൽസാട്ടിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്റർ. എന്താ പറയൂ, ഇതിന്റെ റെപ്ലിക്കാണ് ചൈനക്കാരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവർ ഈ പള്ളി എല്ലാം ഉണ്ടല്ലോ. പള്ളിയില്ല, ഈ പള്ളിയില്ല പള്ളി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു സ്ഥലം പിന്നെ ഇത്രയും ഒരു സെന്റർ, പിന്നെ അടുക്കത്തെ സാധനം ഇതേപോലെ കളർ പെയിന്റ് അടിച്ച് ഇതേപോലത്തെ ബിൽഡിങ്സ് പറ്റേ അത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എക്സാക്ട്ലി ആയിട്ടില്ല. മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ. ഹായ്, മലയാളിയാണോ? എല്ലായിടത്തും വീഡിയോ എടുക്കുക. അങ്ങനെ ഇവിടെ നടന്നു വന്നപ്പോൾ പെട്ടെന്ന് ഒരു ചേട്ടൻ ഹായ് എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചു. ഹായ് ചേട്ടാ, നമസ്കാരം. പേരെന്താ? അബി. ചേട്ടാ എനിക്ക് മുമ്പ് മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലേ? ഇതിന് മുന്നേ മെസ്സേജ് ഗ്രാസിലായിരുന്നു മെസ്സേജ് ഇട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഡെസ്റ്റിനി കേട്ടോ. വരാൻ പറ്റില്ല, കാരണം എന്തോ തിരക്കായിട്ട് പോയി. പക്ഷേ ഡെസ്റ്റിനി തിരിച്ച് ഇവിടെ കൊണ്ടെത്തിച്ചു. ചേട്ടാ എന്നാലും വന്ന് ഹായ് പറഞ്ഞല്ലോ, സന്തോഷം. വളരെ സന്തോഷം. നമ്മളൊരു മലയാളിയെ കാണുമ്പോൾ നമ്മൾ എന്തായാലും ഹായ് പറയും. തീർച്ചയായിട്ടും. അതിപ്പോ ഒരുപാട് പേര് വന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയോ എനിക്ക് പരിചയമുള്ളൊരു മുഖം. നമുക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല, ഇങ്ങോട്ടും ഒന്നും മിണ്ടുന്നില്ല. നമ്മൾ ഇടിച്ചേറി അങ്ങോട്ടും മിണ്ടും. അങ്ങനെ കണ്ടു, നമ്മൾ മിണ്ടി. സന്തോഷം. ചേട്ടാ ഇവിടെ എത്ര വർഷമായിട്ട് ഇത് ഈ ഒരു ഹോട്ടലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ഹോട്ടല് ഹോൾസ്റ്റൈൽ വൺ ഓഫ് ദി ഫേമസ് ഹോട്ടലാണ്. ലൈക്ക് ഒരു 4-star സുപ്പീരിയർ ഹോട്ടലാണ്. പേര് ഗ്രൂണബാവ്. സി ഹോട്ടൽ ഗ്രൂണബാവ് എന്നാണ്. ഇത് 550 വർഷം ഇപ്പം പഴക്കമുള്ള ഒരു ഹോട്ടലാണ്. പണ്ട് ഇവിടുത്തെ CC രാജകുമാരനും ഫ്രാൻസ് നമ്മുടെ രാജകുമാരനൊക്കെ വന്ന് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. മോർ ഓവർ ഇവിടുത്തെ ഹോൾസ്റ്റൈറ്റിൽ വൺ ഓഫ് ദി ഫേമസ് പ്രോപ്പർട്ടി എന്ന് തുടങ്ങി. ഇവിടെ പൊതുവെ നോൺ ടൂറിസ്റ്റിക് ആയിട്ടുള്ള സമയത്തും ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈമിൽ ഹോട്ടൽ അക്കോമഡേഷൻ റേറ്റ് ഒക്കെ എത്രയാണ് വരുന്നത്? ഹോൾസ്റ്റൈറ്റിനെ സംബന്ധിച്ച് ഇവിടെ ടൂറിസ്റ്റിക് അല്ലെങ്കിൽ നോൺ ടൂറിസ്റ്റിക് ഇല്ല. വിന്റർ ടൂറിസം, സമ്മർ ടൂറിസം നമുക്ക് രണ്ടും ഉണ്ട്. പക്ഷെ നമ്മുടെ ഹോട്ടലിൽ മാത്രം പ്രൈസ് ചേഞ്ച് ചെയ്യില്ല, വേരിയേഷൻ വരില്ല. വിൽ സ്റ്റിക്ക് ഓൺ ദ സെയിം എന്താ റേറ്റ്. സാധാരണ ഒരു റൂമിന് എത്രയാണ് വരുന്നത്? സുപ്പീരിയർ സ്വീറ്റ് റൂം ഉണ്ട്. സുപ്പീരിയർ സ്വീറ്റ് റൂം വന്നിട്ട് ഏകദേശം 680 euros വരും. നാട്ടിലെ 69,000 വൺ നൈറ്റ്. ഏറ്റവും ലോവസ്റ്റ് റൂം എന്ന് പറയുന്നത് ഒരു സിംഗിൾ റൂമാണ്. സിംഗിൾ റൂം എന്ന് പറയുമ്പോൾ ഒറ്റ എണ്ണേ നമ്മുടെ ഹോട്ടലിലുള്ളൂ. അത് വരുന്നത് 210 euros വരും. അപ്രോക്സിമേറ്റ്ലി INR പറയുകയാണെങ്കിൽ ഒരു 23,000 22,000 ആ ഒരു റേഞ്ച് വരും. ഞാൻ എന്തായാലും റൂംസും കൂടെ കാണിച്ചു തരാം. ഓക്കെ. ഓസ്ട്രേലിയ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൂറിസ്റ്റിക് ലൊക്കേഷൻ അല്ലേ ഹാൽസ്റ്റാട്ട്? ഓസ്ട്രേലിയ പേൾ എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും ഓസ്ട്രേലിയക്കാർ ഒരിക്കലും നശിപ്പിക്കാൻ നോക്കാത്ത വൺ ഓഫ് ദി പ്ലേസ് ആണ് ഹോൾസ്റ്റൈറ്റ്. കാരണം ഇവിടെ ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ടാക്സി വരാൻ പാടില്ല, പ്രൈവറ്റ് വെഹിക്കിൾസ് വരാൻ പാടില്ല. എല്ലാവരും ആരൊക്കെ ഇവിടെ വന്നാലും ഹോൾസ്റ്റൈറ്റിൽ പാർക്കിംഗ് പ്ലേസ് ഉണ്ട്. അവിടെ നിർത്തിയിട്ട് അവിടെ നിങ്ങടേക്ക് നടന്നു ഒരു പബ്ലിക് ഒരു ട്രാൻസ്പോർട്ട് ഉണ്ട്, അതിൽ കയറി വരിക. ഈ കാണുന്നവരുടെ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ, അവരുടെ ഒരു ഡെക്ക് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. മനോഹരമായിട്ടുള്ള വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിങ്ങിലാണ് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു, ചോദിച്ചായിരുന്നു. അതല്ലാതെ നമുക്ക് ചേട്ടൻ നമുക്ക് ഇവിടുത്തെ ഒരു റൂം കാണിച്ചു തരുവാണ് കേട്ടോ. ഒരു പഴയകാല ഒരു ഏൻഷ്യൻ മോഡൽ ഒരു വിൻറ്റേജ് ലുക്ക് കേട്ടോ. ഇവിടുത്തെ ബാൽക്കണിയാണ്. വാവ്, ഒരു ചെറിയൊരു ബാൽക്കണി. നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. വ്യൂവിനാണ് അവർ ഇത്രയും കാശ് കൊടുത്ത് ഇതുപോലുള്ള ഹോട്ടലുകൾ പൊതുവേ സ്റ്റേ ചെയ്യാനായിട്ട് വാങ്ങുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റ് ഡെക്ക് ആ കാണുന്ന ഭാഗത്തായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ പോയത്. ഈ കാണുന്നതെല്ലാം ഇതുപോലുള്ള കുറേ ഹോട്ടലാണ്. ഇതാണ് കേട്ടോ വൺ ഓഫ് ദ ചേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ട് വൺ ഓഫ് ദ 4-star സുപ്പീരിയർ ഹോട്ടൽ. ഈ കാണുന്ന ഹോട്ടൽ മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ, വേറെ ഹോട്ടലുകളൊന്നുമില്ല. ഇവിടെ ഉള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു വില്ലേജിനെ പറയുന്നത് ഫെയറി ടൈൽ വില്ലേജുകൾ എന്നാണ് കേട്ടോ. വില്ലേജ് എന്നാണ് കാരണം ഫെയറി ടൈലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ അതുപോലുള്ള മനോഹരമായിട്ടുള്ള കുറേ ബിൽഡിങ്ങുകൾ സംഭവങ്ങളൊക്കെ ഉള്ള വില്ലേജുകളായതുകൊണ്ടാണ്. നമ്മൾ നടന്ന് മല കയറി മുകളിലോട്ട് പോവാണ്. മുകളിൽ പോകുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പൊതുവെ ആളുകൾ ഈ ഭാഗത്തോട്ട് അങ്ങനെ അധികം നടന്നു വരാറില്ല എന്ന് തോന്നുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ടുള്ളൊരു വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ നടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജർമ്മൻ ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും എഴുതിയിട്ടുണ്ട് നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ടിട്ട് വെറുതെ ശബ്ദവും പാട്ടൊന്നും ഇടാതെ പോവുക എന്നുള്ള. ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ ചൈനീസുകാരെ ധാരാളം കാണാൻ സാധിക്കും. ഇവിടെ നിന്നുള്ള മനോഹരമായിട്ടുള്ളൊരു വ്യൂ.
അപ്പോൾ അങ്ങനെ നമ്മുടെ അവസാനത്തെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഈ കാണുന്ന പിന്നെ അങ്ങോട്ടെന്താ ഉള്ളത് ബ്രോ? അങ്ങോട്ടൊന്നുമില്ല, കുറച്ച് റെസിഡൻസ് മാത്രമാണ്. അങ്ങോട്ടൊരു ഫോട്ടോ എടുക്കാൻ ആളുകൾ വരും, അതിനപ്പുറത്തോട്ട് പോകില്ല, കാരണം റെസിഡൻസ് മാത്രം. ഇവിടെ തന്നെ വരില്ലെന്ന് എഴുതി നോയ്സ് ഉണ്ടാക്കല്ലേ. ഇവിടെ ദാണ്ടെ ചൈനീസ് ഭാഷയിൽ എഴുതി വെച്ചിരിക്കുകയാണ് സൈലൻസ് എന്ന്. കാരണം ചൈനീസുകാരാണ് കേട്ടോ വന്നിട്ട് കലപല ഉണ്ടാക്കുന്നത്. അവരുടെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ. ശബ്ദമലിനീകരണത്തിൽ ചൈനക്കാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്ത് രസമല്ലേ ഇവിടെ പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊരു മ്യൂസിയം അല്ല, ഇവിടെ കുറച്ച് നിങ്ങൾ റെസ്പെക്റ്റ് തരുക ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി. നിങ്ങളുടെ കറങ്ങാൻ വേണ്ടി വരുമ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ എൻ്റർ ചെയ്യരുത്, പയ്യെ സൗണ്ട് കുറയ്ക്കുക, വേസ്റ്റ് ബിന്നൊന്നും വാരിയിടരുത്, നിങ്ങളുടെ ഇതിന് നന്ദി, ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ചൈനീസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചൈനക്കാരാണ് ഇവരുടെ പ്രധാനപ്പെട്ട ശത്രു എന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഇന്ത്യക്കാരായിരിക്കും അല്ലേ? ഇന്ത്യക്കാരായിരിക്കും സൗണ്ടിൽ. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ വേറൊരു വൈബ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്യുന്നു. ചേട്ടൻ അങ്ങ് മുകളിൽ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചതാണ് ഇവിടെ നിന്ന് വിട്ടുപോയെങ്കിൽ ഇനി നെക്സ്റ്റ് വരുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് കൂടെ ഒന്ന് സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ചേട്ടൻ മുമ്പ് എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ വാട്സപ്പിൽ എൻ്റെ കുറേ നമ്മൾ അങ്ങോട്ട് ചാറ്റ് ചെയ്ത മെസ്സേജൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫോണുകളൊക്കെ പോയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ ബാഗ് പോയിട്ട് എടുത്തിട്ട് വരട്ടെ. നമ്മൾ തിരിച്ചു വന്നിട്ട് ചേട്ടൻ്റെ ഇവിടെ വന്നിട്ട് നമ്മളൊരു കോഫി അടിക്കാനായിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ. എനിക്ക് വയറെന്തോ ഉണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് ഭക്ഷണം കഴിച്ച് വയർക്ക് ഒരു ഭയങ്കര ഒരു നല്ല മൂഡിലല്ല കേട്ടോ എൻ്റെ വയറൊന്നും. കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പം ബ്രോ നമ്മുടെ അടുത്ത് ചോദിച്ചു ഇവിടെ സ്റ്റേ ചെയ്യുന്നോന്ന്. ഞാൻ ഓൾറെഡി ഡ്രൈവ് ചെയ്തല്ല, ഇരുന്നിരുന്ന് എനിക്കൊട്ടും വയ്യ. അങ്ങനെ പിന്നെ വിചാരിച്ചു ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രോ നമുക്ക് വേണ്ടി റൂം നമ്മുടെ കീ കാർഡ് സെറ്റ് ചെയ്യുവാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് കേട്ടോ. ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് വരുമ്പോൾ ചേട്ടൻ്റെ ഇവിടെ താമസിക്കാമെന്ന് വിചാരിച്ചതാ. തീർച്ചയായിട്ടും ഓക്കെ. ഓക്കെ, അപ്പോൾ കൊതിച്ച റൂം എന്തായാലും കിട്ടി. നമ്മുടെ കൂടെ ബ്രോയും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. ഞാൻ ലാസ്റ്റ് അവസാനമായിട്ട് നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ ഡാനിഷ് കിങ്ഡത്തിൽ അവരുടെ അവിടെ സ്റ്റേ ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരുടെങ്കിലും എൻ്റെ കൂടെ റൂമിലുണ്ടായിരുന്നെങ്കിൽ. പൊതുവെ എനിക്കങ്ങനെ ഇഷ്ടമല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. താങ്ക് യു. കണ്ടോ, ഓരോ റെസ്റ്റോറൻറ്റിലൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സോറി നോ കാർഡ്സ്. ഇവിടെ അങ്ങനെ പല സ്ഥലങ്ങളിലും കാർഡ്സ് എടുക്കില്ല പലയിടത്തും, അതുകൊണ്ട് തന്നെ ക്യാഷ് കൊണ്ടുവരണം. പിന്നെ ഓസ്ട്രേലിയയിൽ പൊതുവായിട്ട് ആളുകൾ തന്നെ പലയിടത്തും ക്യാഷാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത്ര വലിയ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കൺട്രിയൊന്നും അല്ല ഓസ്ട്രിയ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. നല്ല ടയേർഡ് കേട്ടോ. ബ്രോ എന്നുണ്ട്, ഞാനും ബ്രോയും ഇന്നാണ് കേട്ടോ പരിചയപ്പെട്ടത്. ഇന്ന് നമ്മൾ ഒരു ഹോട്ടൽ റൂമിൽ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഞാൻ റൂം കാണിച്ചിട്ടുണ്ടല്ലോ, ഓൾറെഡി നിങ്ങൾ റൂം കണ്ടതാണ്. ഇവിടുത്തെ റൂം നമുക്കിവിടെ കുറച്ച് സ്നാക്ക്, പീനട്ട്, കോഫിക്ക് വേണ്ടിയിട്ടുള്ള മെഷീന്, കാര്യങ്ങൾ, ടെലിവിഷൻ ആക്സസ് ഉണ്ട്. പിന്നെ ഇവിടെ AC ഇല്ല, കാരണം ഇതെന്ന് പറയുന്നത് യുനെസ്കോയുടെ നഗരത്തിൽ പെട്ടതാണല്ലേ, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ്. ഇവിടുത്തെ ഒരു വില്ലേജിലെ ഒരു ബിൽഡിങ്ങിലും AC അലൗഡ് അല്ല. ഒരു വില്ലേജിലെ ഒരു ബിൽഡിങ്ങിലും AC അലൗഡ് അല്ല. ചൂടാണെങ്കിലും ചൂടെടുത്ത് താമസിക്കേണ്ടി വരും. ചൂടില്ല, അത്യാവശ്യം ഒരു ഹീറ്റ് വേവ് വന്നപ്പോ ചൂട് വന്നല്ലോ. രാത്രി ഉച്ചയ്ക്ക് പെരുവെയില്, രാത്രി തണുപ്പ്. അപ്പോൾ AC ഇല്ലാത്ത റൂം കേട്ടോ. ഇവിടെ AC ഫാൻ കൊണ്ട് വരേണ്ടി വരും. നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ഇറങ്ങി. ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടല്. ഇവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം ഇതൊക്കെ നോക്കി ശ്രദ്ധിച്ചോ, എല്ലാ മരങ്ങൾ മതിലിനോട് ചേർത്താക്കിയിട്ടാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ വൈകുന്നേരത്തിൽ കുറച്ച് പേര് ഇവിടെ ഒരു ചെറിയൊരു ബാറുണ്ട്, അവിടെ വന്നിരുന്ന കാര്യമൊക്കെ പറഞ്ഞ് ബിയറൊക്കെ കുടിക്കുന്നുണ്ട്.